ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാലോ? ഏത് അർദ്ധഗോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഉത്തര പൂർവ അർദ്ധഗോളത്തിലാണ്. അപ്പോൾ ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന അർദ്ധഗോളം ഏതാണ്? ഉത്തര പൂർവ അർദ്ധഗോളമാണ്. എന്താണ്? ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന അർദ്ധഗോളം ചോദിച്ചാൽ ഉത്തര പൂർവ അർദ്ധഗോളമാണ്. ഏഷ്യയുടെ ഏത് ഭാഗത്താണ് ഇന്ത്യയുടെ സ്ഥാനമെന്ന് ചോദിച്ചാൽ തെക്ക് കിഴക്ക് സ്ഥാനത്താണ്. അപ്പോൾ ഏഷ്യയുടെ ഏത് ഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്? തെക്ക് കിഴക്ക് ഭാഗത്താണ്. അപ്പോൾ ഏത് അർദ്ധഗോളത്തിൽ? ഉത്തര പൂർവ അർദ്ധഗോളത്തിലാണ്. ഏഷ്യയുടെ ഏത് ഭാഗത്താണ് ഇന്ത്യ? തെക്ക് കിഴക്കായിട്ടാണ് ഇന്ത്യ. 3 വശവും ജലത്താൽ ചുറ്റപ്പെട്ട വലിയ കരഭാഗമായതിനാൽ ഇന്ത്യയെ പെൻസുല അഥവാ ഉപദ്വീപ് എന്ന് വിളിക്കുന്നു. നമുക്കറിയാം ഇന്ത്യയുടെ 3 ഭാഗവും എന്താണ്? ജലത്താൽ ചുറ്റപ്പെട്ടതാണ്. പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലും തെക്ക് ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രവും അതുപോലെ തന്നെ കിഴക്ക് ഭാഗത്ത് എന്താണ്? ബംഗാൾ ഉൾക്കടലുമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? 3 വശവും ജലത്താൽ ചുറ്റപ്പെട്ട വലിയ കരഭാഗമായതിനാൽ ഇന്ത്യയെ പെൻസുല അഥവാ ഉപദ്വീപ് എന്നാണ് വിളിക്കുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 7 രാജ്യങ്ങളാണ്. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എത്ര രാജ്യങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ എത്ര രാജ്യങ്ങളുണ്ട്? 7 രാജ്യങ്ങളാണുള്ളത്. അതിലേറ്റവും വലുതേതാണ്? ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണെന്ന് ഓർത്ത് വെക്കുക? ഇന്ത്യയാണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് ആരെ ഒഴിവാക്കാം? ചൈനയെ നമുക്ക് ഒഴിവാക്കാം. അപ്പം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ 7 രാജ്യങ്ങളുണ്ട്. അതിലേറ്റവും വലുത് ഇന്ത്യയാണെന്നറിയുമ്പോൾ ഒരു രാജ്യം നമുക്കറിയാം, ഏതാണ്? ഇന്ത്യയാണ്. പിന്നീടുള്ള 6 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ് എന്നിവയാണ്. അപ്പം എന്താണ്? പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ് എന്നിവയൊക്കെയാണ് മറ്റ് 6 രാജ്യങ്ങൾ. അപ്പം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എത്ര രാജ്യങ്ങളാണുള്ളത്? 7 രാജ്യങ്ങളാണുള്ളത്. അതിലേറ്റവും വലിയ രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. പിന്നീടുള്ളത് പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, അതുപോലെ തന്നെ ശ്രീലങ്ക, മാലിദ്വീപ് എന്നിവയാണ്. അപ്പം ഇന്ത്യയുടെ സ്ഥാനം ഏത് അർദ്ധഗോളത്തിലാണ്? ഉത്തര പൂർവ അർദ്ധഗോളത്തിലാണ്. ഏഷ്യയുടെ ഏത് ഭാഗത്തായിട്ടാണ് ഇന്ത്യ വരുന്നത്? തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് വരുന്നത്. 3 വശവും ജലത്താൽ ചുറ്റപ്പെട്ട വലിയ കരഭാഗമായതിനാൽ ഇന്ത്യയെ പെൻസുല അഥവാ ഉപദ്വീപ് എന്നാണ് വിളിക്കുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 7 രാജ്യങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ്. അതിലേറ്റവും വലിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇനി നമുക്ക് ഉപഭൂഖണ്ഡത്തിൻ്റെ അതിർത്തികൾ നോക്കാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അതിർത്തികൾ നോക്കാം. വടക്കെന്താണ്? വടക്കേ അതിർത്തി എന്താണ്? ഹിമാലയമാണ്. വടക്കൻ അതിർത്തി ഏതാണ്? ഹിമാലയമാണ്. വടക്ക് പടിഞ്ഞാറ് ചോദിച്ചാൽ ഹിന്ദുക്കുഷ്, സുലൈമാൻ നിരകളാണ്. അപ്പോൾ വടക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അതിർത്തിയിൽ വടക്കെന്താണ്? ഹിമാലയമാണ്. വടക്ക് പടിഞ്ഞാറ് ചോദിച്ചാൽ ഹിന്ദുക്കുഷ്, സുലൈമാൻ നിരകളാണ്. വടക്ക് കിഴക്ക് ചോദിച്ചാൽ പൂർവാർച്ചലാണ്. അപ്പം നമുക്കൊന്ന് കൂടി നോക്കാം. വടക്ക് ചോദിച്ചാൽ എന്താണ്? ഹിമാലയമാണ്. വടക്ക് പടിഞ്ഞാറോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദുക്കുഷ്, സുലൈമാൻ നിരകളാണ്. വടക്ക് കിഴക്ക് ചോദിച്ചാൽ പൂർവാഞ്ചലാണ്. തെക്ക് നമുക്കറിയാം ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. തെക്ക് പടിഞ്ഞാറ് ഏതാണ്? അറബിക്കടലാണ്. അതുപോലെ തന്നെ തെക്ക് കിഴക്ക് ഏതാണ്? ബംഗാൾ ഉൾക്കടലാണ്. അത് 3 നമുക്ക് ഈസി ആയിട്ട് കിട്ടും. എന്താണ്? തെക്ക് നമുക്കറിയാം ഇന്ത്യൻ മഹാസമുദ്രമാണ്. തെക്ക് പടിഞ്ഞാറായിട്ട് വരുമ്പോൾ എന്താണ്? അറബിക്കടലാണ്. അതുപോലെ തന്നെ തെക്ക് കിഴക്ക് ചോദിച്ചാൽ ബംഗാൾ ഉൾക്കടലാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായും നോക്കേണ്ടത് എന്താണ്? വടക്ക് എന്താണ്? ഹിമാലയമാണ്. അതും നമുക്ക് കിട്ടും. വടക്ക് പടിഞ്ഞാറ് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അതിർത്തിയിൽ വടക്ക് പടിഞ്ഞാറ് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദുക്കുഷ്, സുലൈമാൻ നിരകളാണ്. ഏതൊക്കെയാണ്? ഹിന്ദുക്കുഷ്, സുലൈമാൻ നിരകളാണ്. വടക്ക് കിഴക്ക് ചോദിച്ചാൽ പൂർവാർജലുമാണ്. അപ്പോൾ കിട്ടും. കിഴക്ക് വന്നതുകൊണ്ട് എന്താണ്? പൂർവാർജൽ വന്നു എന്ന് ഓർത്ത് വെക്കുക. വടക്ക് കിഴക്കാണ്. തെക്ക് കിഴക്ക് വരുമ്പോൾ എന്താണ്? ബംഗാൾ ഉൾക്കടലുമാണ്. ഇനി അക്ഷാംശവും രേഖാംശവും നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അക്ഷാംശ വ്യാപ്തി പഠിക്കണം. 8 ഡിഗ്രി 4 വടക്ക് മുതൽ 37 ഡിഗ്രി 6 വടക്ക് വരെ. എന്താണ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി? 8 ഡിഗ്രി 4 നോർത്ത് മുതൽ 37 ഡിഗ്രി 6 നോർത്ത് വരെയാണ്.
ഇന്ദിരാ പോയിന്റ് കൂടി ഉൾപ്പെടുത്തിയാൽ 6 ഡിഗ്രി 45 മുതൽ 37 ഡിഗ്രി 6 വരെയാണ്. അപ്പോൾ ഓർക്കുക, അക്ഷാംശ വ്യാപ്തി എന്താണ്? 8 ഡിഗ്രി 4 മുതൽ 37 ഡിഗ്രി 6 വരെയാണ്. 8ൻ്റെ പകുതിയാണ് എന്താണ്? 4. അപ്പോൾ 8 ഡിഗ്രി 4 മുതൽ 37 ഡിഗ്രി 6 വരെയാണ്. 6ൻ്റെ എത്രയാണ്? ഇരട്ടിയാണ് എന്ത്? 6 എത്രയാണ്? 6 കൊണ്ട് 6ൻ്റെ സ്ക്വയറാണ് എത്ര? 36. അപ്പോൾ അതിൻ്റെ കൂടെ ഒന്നുകൂടി കൂട്ടി അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ അക്ഷാംശ വ്യാപ്തി ചോദിച്ചു കഴിഞ്ഞാൽ 8 ഡിഗ്രി 4 മുതൽ 37 ഡിഗ്രി 6 വരെയാണ്. ഇന്ദിരാ പോയിന്റ് കൂടി ഉൾപ്പെടുത്തിയാൽ 6 ഡിഗ്രി 45 മുതൽ 37 ഡിഗ്രി 6 വരെയാണ്. അപ്പോൾ എന്താണ്? 37 ഡിഗ്രി 6 അതേപോലെ തന്നെയുണ്ട്. പിന്നെ നമുക്ക് 8 ഡിഗ്രി 4 ഇന്ദിരാ പോയിന്റ് ഉൾപ്പെടുത്താത്തതെങ്കിൽ ഇന്ദിരാ പോയിന്റ് കൂടി ഉൾപ്പെടുത്തിയാൽ 8 ഡിഗ്രി 45 നോർത്ത് മുതൽ 37 ഡിഗ്രി 6 നോർത്ത് വരെ ആവും. രേഖാംശ വ്യാപ്തി ചോദിച്ചു കഴിഞ്ഞാലോ 68 ഡിഗ്രി 7 കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 കിഴക്ക് വരെയാണ്. അപ്പം രേഖാംശ വ്യാപ്തി ചോദിച്ചു കഴിഞ്ഞാൽ 68 ഡിഗ്രി 7 കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 കിഴക്ക് വരെയാണ്. അക്ഷാംശ രേഖാംശ വ്യാപ്തികൾ തമ്മിൽ ഏകദേശം 30 ഡിഗ്രി വ്യത്യാസമുണ്ട്. ഓർത്തു വെക്കുക, അക്ഷാംശ രേഖാംശ വ്യാപ്തികൾ തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രി വ്യത്യാസമുണ്ട്? 30 ഡിഗ്രി വ്യത്യാസമുണ്ട്. അപ്പം അക്ഷാംശ വ്യാപ്തി എത്രയാണ്? 8 ഡിഗ്രി 4 മുതൽ 37 ഡിഗ്രി 6 വരെയാണെങ്കിൽ രേഖാംശ വ്യാപ്തി ചോദിച്ചു കഴിഞ്ഞാൽ 68 ഡിഗ്രി 7 മുതൽ 97 ഡിഗ്രി 25 വരെയാണ്. അക്ഷാംശ രേഖാംശ വ്യാപ്തികൾ തമ്മിൽ ഏകദേശം എത്ര വ്യത്യാസമുണ്ട്? 30 ഡിഗ്രി വ്യത്യാസമുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ തെക്ക് ഭാഗം ഉഷ്ണമേഖലയിലും വടക്ക് ഭാഗം ഉപോഷ്ണ മേഖല അഥവാ ഉഷ്ണ മിതോഷ്ണ മേഖലയിലും ആണ്. ഓർത്തു വെക്കുക, ഇന്ത്യയുടെ തെക്ക് ഭാഗം നമ്മളൊക്കെ എവിടെയാണ്? ഉഷ്ണമേഖലയിലാണ്. വടക്ക് ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ ഉപോഷ്ണ മേഖല അഥവാ ഉഷ്ണ മിതോഷ്ണ മേഖലയിലും ആണ്. ഇന്ത്യയിലെ ഭൂരൂപങ്ങൾ, കാലാവസ്ഥ, മണ്ണിനങ്ങൾ, സ്വാഭാവിക സസ്യജാലങ്ങൾ എന്നിവയിലെ വൈവിധ്യത്തിന് കാരണം ഇന്ത്യ വ്യത്യസ്ത അക്ഷാംശ മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്നത് കൊണ്ടാണ്. ഒന്ന് ഓർത്ത് വെക്കുക, എന്താണ്? ഇന്ത്യയിലെ ഭൂരൂപങ്ങൾ, കാലാവസ്ഥ, മണ്ണിനങ്ങൾ, സ്വാഭാവിക സസ്യജാലങ്ങൾ എന്നിവയിലെ വൈവിധ്യത്തിന് കാരണം എന്താണ്? ഇന്ത്യ വ്യത്യസ്ത അക്ഷാംശ മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്നത് കൊണ്ടാണ്. ലോകവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7ാം സ്ഥാനമാണുള്ളത്. എല്ലാവർക്കും അറിയാം. നമ്മുടെ രാജ്യത്തിന് വലിപ്പത്തിൽ എത്രാം സ്ഥാനമാണുള്ളത്? 7ാം സ്ഥാനമാണുള്ളത്. വിസ്തീർണം പഠിക്കണം. എത്രയാണ്? 32,87,263 ചതുരശ്ര കിലോമീറ്റർ ആണ്. എത്രയാണ്? 32,87,263 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഒന്നുകൂടി നോക്കാം. വിസ്തീർണം എത്രയാണ്? 32,87,263 ചതുരശ്ര കിലോമീറ്റർ ആണ്. ലോക ഭൂവിസ്തൃതിയുടെ 2.42% നമ്മുടെ ഇന്ത്യ. അപ്പം ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് നമ്മുടെ ഇന്ത്യ? 2.42%. അപ്പം ഇന്ത്യയുടെ തെക്ക് ഭാഗം ഉഷ്ണമേഖലയിലും വടക്ക് ഭാഗം ഉപോഷ്ണ മേഖല അഥവാ ഉഷ്ണ മിതോഷ്ണ മേഖലയിലുമാണ്. ഇന്ത്യയിലെ ഭൂരൂപങ്ങൾ, കാലാവസ്ഥ, മണ്ണിനങ്ങൾ, സ്വാഭാവിക സസ്യജാലങ്ങൾ എന്നിവയിലെ വൈവിധ്യത്തിന് കാരണം എന്താണ്? ഇന്ത്യ വ്യത്യസ്ത അക്ഷാംശ മേഖലകളിലായി വ്യാപിച്ച് കിടക്കുന്നത് കൊണ്ടാണ്. ലോക വിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം 7ാം സ്ഥാനമാണ്. ഇന്ത്യയുടെ വിസ്തീർണം എത്രയാണ്? 32,87,263 ചതുരശ്ര കിലോമീറ്റർ ആണ്. ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ 2.42%. ഇന്ത്യയേക്കാൾ വലിയ രാജ്യങ്ങൾ എത്രയുണ്ട്? 6 രാജ്യങ്ങളാണുള്ളത്. കാരണം വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7ാം സ്ഥാനമാണുള്ളത്. അപ്പോൾ ഏറ്റവും വലിയ രാജ്യം നമുക്കറിയാം റഷ്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം റഷ്യയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്ഥാനം എന്താണ്? കാനഡയ്ക്കാണ്. അപ്പോൾ ഏറ്റവും വലിയ രാജ്യം റഷ്യയാണ്. 2ാം സ്ഥാനം കാനഡയ്ക്കാണ്. വലിപ്പത്തിൽ 3ാമത് ചൈനയ്ക്കാണ്. 4ാമത് അമേരിക്ക അല്ലെങ്കിൽ USA-ക്കാണ്. 5ാമത് ബ്രസീലിനും. 6ാം സ്ഥാനത്ത് ആർക്കാണ്? ഓസ്ട്രേലിയയുമാണ്. അപ്പോൾ ഇന്ത്യക്ക് തൊട്ട് മുമ്പ് നിൽക്കുന്നത് ആരാണ്? ഓസ്ട്രേലിയയാണ്.
അപ്പോൾ വലിപ്പത്തിൽ 1-ാം സ്ഥാനം റഷ്യയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. വലിപ്പത്തിൽ 1-ാം സ്ഥാനം റഷ്യയാണ്. 2-ാം സ്ഥാനം കാനഡയ്ക്കാണ്. 3-ാമത് ആര് വരുന്നു? ചൈന വരുന്നു. അതിനുശേഷമേ ആര് വരുന്നുള്ളൂ? അമേരിക്ക അല്ലെങ്കിൽ USA വരുന്നുള്ളൂ. 5-ാം സ്ഥാനം ബ്രസീലിനാണ്. 6-ാം സ്ഥാനം ആർക്കാണ്? ഓസ്ട്രേലിയക്കാണ്. 7-ാം സ്ഥാനം ഇന്ത്യക്കുമാണ്. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ദൂരം എന്താണ്, അല്ലെങ്കിൽ തെക്ക് വടക്ക് ദൂരം എത്രയാണ്? 3214 കിലോമീറ്റർ ആണ്. അതായത് 3214 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം. എത്രയാണ്? 3214 കിലോമീറ്റർ. അതുപോലെ തന്നെ കിഴക്ക് പടിഞ്ഞാറ് ദൂരമായപ്പോഴോ 2933 കിലോമീറ്റർ ആണ്. തെക്ക് വടക്ക് ദൂരം ചോദിച്ചാൽ 3214 കിലോമീറ്റർ ആണെങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് ദൂരം എത്രയാണ്? 2933 കിലോമീറ്ററുമാണ്. ഇതിന് കാരണം എന്താണ്? അക്ഷാംശ രേഖാംശ വ്യാപ്തി 30 ഡിഗ്രി ആണെങ്കിലും ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും രേഖാംശങ്ങൾ തമ്മിലുള്ള അകലം കുറയുന്നത് കൊണ്ട് വടക്ക് തെക്ക് ദൂരത്തേക്കാൾ കിഴക്ക് പടിഞ്ഞാറ് ദൂരം എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ വടക്ക് തെക്ക് ദൂരം 3214 കിലോമീറ്റർ ആണെങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് ദൂരം 2933 കിലോമീറ്ററേ ഉള്ളൂ. ഇതിൻ്റെ കാരണം എന്താണ്? അക്ഷാംശ രേഖാംശ വ്യാപ്തി 30 ഡിഗ്രി ആണെങ്കിലും ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും രേഖാംശങ്ങൾ തമ്മിലുള്ള അകലം കുറയുന്നത് കൊണ്ട് വടക്ക് തെക്ക് ദൂരത്തേക്കാൾ കിഴക്ക് പടിഞ്ഞാറ് ദൂരം എന്തായിരിക്കും? കുറവായിരിക്കും. 2023 UN റിപ്പോർട്ട് പ്രകാരം ചൈനയെ പിന്തള്ളി ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയതാരാണ്? നമ്മുടെ ഇന്ത്യയാണ്. എത്രയാണ് ജനസംഖ്യ? 142.86 കോടിയാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ 2023 UN റിപ്പോർട്ട് പ്രകാരം ചൈനയെ പിന്തള്ളി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയതാരാണ്? നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി നമുക്കെല്ലാവർക്കും അറിയാം. ഏതാണ്? ഗോഡ്വിൻ ആസ്റ്റിൻ അല്ലെങ്കിൽ മൗണ്ട് K2 ആണ്. ഇതിൻ്റെ ഉയരം ചോദിച്ചാൽ 8611 മീറ്റർ ആണ്. അപ്പോൾ എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. ഇതിൻ്റെ ഉയരം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 8611 മീറ്റർ ആണ്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമുടി ചോദിച്ചു കഴിഞ്ഞാൽ കാഞ്ചൻജംഗയാണ്. 8586 മീറ്റർ ആണ് ഇതിൻ്റെ ഉയരം. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചു കഴിഞ്ഞാൽ മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ആസ്റ്റിൻ ആണ്. 8611 മീറ്റർ ആണ് ഇതിൻ്റെ ഉയരം. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമുടി ചോദിച്ചു കഴിഞ്ഞാൽ കാഞ്ചൻജംഗയാണ്. 8586 മീറ്റർ ആണ് ഇതിൻ്റെ ഉയരം. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എവിടെയാണ്? കുട്ടനാടാണ്. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ഏതാണ്? കുട്ടനാടാണ്. അപ്പോൾ 2023 UN റിപ്പോർട്ട് പ്രകാരം ചൈനയെ പിന്തള്ളി ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായത് നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചു കഴിഞ്ഞാൽ മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ആസ്റ്റിൻ ആണ്. ഉയരം ചോദിച്ചു കഴിഞ്ഞാൽ 8611 മീറ്റർ ആണ്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? കാഞ്ചൻജംഗയാണ്. 8586 മീറ്റർ ആണ് ഇതിൻ്റെ ഉയരം. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ഏതാണ്? കുട്ടനാടാണ്. ഇനി നമുക്ക് ഇന്ത്യയുടെ അറ്റങ്ങൾ നോക്കാം. വടക്കേ അറ്റം ഏതാണ്? ഇന്ദിരാകോളാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റം ഏതാണ്? നമ്മൾ നേരത്തെ പഠിച്ച എന്തായിരുന്നു? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അറ്റമായിരുന്നു ഹിമാലയം പഠിച്ചത്. ഇത് നമ്മൾ ഇനി പഠിക്കുന്നത് ഇന്ത്യയുടെ അറ്റങ്ങളാണ്. അപ്പോൾ ഇന്ത്യയുടെ വടക്കേ അറ്റം ചോദിച്ചാൽ ഇന്ദിരാകോളാണ്. ഇതെവിടെയാണ്? ലഡാക്കിലാണ്. തെക്കേ അറ്റം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ദിരാ പോയിൻ്റ് ആണ്. അതെവിടെയാണ്? ഗ്രേറ്റ് നിക്കോബാറിലാണ്. ആൻഡമാനിലെ ഗ്രേറ്റ് നിക്കോബാറിലാണ്. ഇതിനെ പിഗ്മാലിയൻ പോയിന്റ് അല്ലെങ്കിൽ പാഴ്സൺസ് പോയിന്റ് എന്നും വിളിച്ചിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ തെക്കേ അറ്റം ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ യൂണിയൻ്റെ തെക്കേ അറ്റം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇന്ദിരാ പോയിന്റ് അല്ലെങ്കിൽ എവിടെയാണ്? ഗ്രേറ്റ് നിക്കോബാർ ആണ്. ഇതിനെ പിഗ്മാലിയൻ പോയിന്റ് അല്ലെങ്കിൽ പാഴ്സൺസ് പോയിന്റ് എന്നും വിളിച്ചിരുന്നു. ഉപദ്വീപ് ഇന്ത്യയുടെ തെക്കേ അറ്റം ചോദിച്ചു കഴിഞ്ഞാൽ കന്യാകുമാരിയാണ്. അപ്പോൾ അത് തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഇന്ത്യൻ യൂണിയൻ്റെ തെക്കേ അറ്റം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ദിരാ പോയിന്റ് ആണ്. അതെവിടെയാണ്? ഗ്രേറ്റ് നിക്കോബാറിലാണ്. അതിനെ എന്തൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? പിഗ്മാലിയൻ പോയിന്റ് എന്നും പാഴ്സൺസ് പോയിന്റ് എന്നും ഒക്കെ വിളിക്കുന്നു. ഉപദ്വീപ് ഇന്ത്യയുടെ തെക്കേ അറ്റം ചോദിച്ചു കഴിഞ്ഞാൽ കന്യാകുമാരിയാണ്.
ഇന്ത്യയുടെ കിഴക്കേ അറ്റവോ കിബിത്തുവാണ്, അത് അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശിലെ കിബിത്തുവാണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റം. പടിഞ്ഞാറേ അറ്റം ചോദിച്ചു കഴിഞ്ഞാൽ ഗുഹർമോത്തിയാണ്. എവിടെയാണ്? ഗുജറാത്തിലുമാണ്. അപ്പോൾ ഇന്ത്യയുടെ അറ്റങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വടക്കേ അറ്റം ഇന്ദിരാക്കോളാണ്. അതുപോലെ തന്നെ തെക്കേ അറ്റം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ്റെ തെക്കേ അറ്റം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ദിരാ പോയിന്റ് ആണ്. ഇത് ഗ്രേറ്റ് നിക്കോബാറിലാണ്. ഇതിനെ പിക്മാലിയൻ പോയിന്റ് അല്ലെങ്കിൽ പാഴ്സൺസ് പോയിന്റ് എന്നും വിളിച്ചിരുന്നു. അതുപോലെ തന്നെ ഉപദ്വീപ് ഇന്ത്യയുടെ തെക്കേ അറ്റം ചോദിച്ചു കഴിഞ്ഞാൽ കന്യാകുമാരിയാണ്. കിഴക്കേ അറ്റം ചോദിച്ചു കഴിഞ്ഞാൽ കിബിത്തുവാണ്. ഇന്ത്യയുടെ കിഴക്കറ്റം ഏതാണ്? കിബിത്തുവാണ്. അതെവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. പടിഞ്ഞാറേ അറ്റം ചോദിച്ചു കഴിഞ്ഞാൽ ഗുഹർമോത്തിയാണ്. അതെവിടെയാണ്? ഗുജറാത്തിലുമാണ്. ഇനി നമുക്ക് കര അതിർത്തി നോക്കാം. ആകെ എന്താണ് കര അതിർത്തിയുടെ നീളം ചോദിച്ചാൽ 15,106.7 കിലോമീറ്റർ ആണ്. ഏകദേശം 15,200 കിലോമീറ്റർ എന്നും നമുക്ക് പറയാം. അപ്പം ആകെ കര അതിർത്തിയുടെ നീളം ചോദിച്ചു കഴിഞ്ഞാൽ 15,106.7 കിലോമീറ്റർ ആണ്. അതായത് ഏകദേശം 15,200 കിലോമീറ്റർ എന്നും പറയാറുണ്ട്. കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ചോദിച്ചാൽ 7 രാജ്യങ്ങളാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നത്. നമുക്കറിയാം പാകിസ്ഥാനുണ്ട്, അഫ്ഗാനിസ്ഥാനുണ്ട്, ചൈനയുണ്ട്, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ, ബംഗ്ലാദേശ് എന്നിവയൊക്കെ ഉണ്ട്. അതൊന്നും നമുക്കിനി പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. പാകിസ്ഥാനുണ്ട്, അഫ്ഗാനിസ്ഥാനുണ്ട്, ചൈനയുണ്ട്, അതുപോലെ തന്നെ നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ, ബംഗ്ലാദേശ് ഇവരൊക്കെയാണ് എന്ത് കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. അപ്പോൾ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന എത്ര രാജ്യങ്ങളുണ്ട്? 7 രാജ്യങ്ങളാണ് ഉള്ളത്. ഏത് ദിക്കിൽ ഏത് രാജ്യമെന്ന് ചോദിച്ചാൽ വടക്ക് പടിഞ്ഞാറ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമാണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന വടക്ക് പടിഞ്ഞാറ് ആരൊക്കെയാണ്? പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമാണ്. വടക്ക് ചോദിച്ചാൽ ചൈന, നേപ്പാൾ, ഭൂട്ടാനാണ്. അപ്പം കര അതിർത്തി പങ്കിടുന്ന 7 രാജ്യങ്ങളാണ് ഉള്ളത്. അതിൽ വടക്ക് പടിഞ്ഞാറായിട്ട് ആരൊക്കെയുണ്ട്? പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമുണ്ട്. വടക്കായിട്ട് ചൈന, നേപ്പാൾ, ഭൂട്ടാനുണ്ട്. വടക്ക് കിഴക്കായപ്പോഴോ ബംഗ്ലാദേശും മ്യാൻമറുമുണ്ട്. അപ്പം ആകെ കര അതിർത്തിയുടെ നീളം ചോദിച്ചാൽ 15,106.7 കിലോമീറ്റർ ആണ്. കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ 7 എണ്ണമാണുള്ളത്. അതിൽ വടക്ക് പടിഞ്ഞാറ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമാണ്. വടക്ക് ചോദിച്ചാൽ ചൈന, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളാണ്. വടക്ക് കിഴക്ക് ചോദിച്ചാൽ ബംഗ്ലാദേശ്, മ്യാൻമർ എന്നീ രാജ്യങ്ങളുമാണുള്ളത്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ അയൽ രാജ്യം നമുക്കറിയാം ഏതാണ്? ചൈനയാണ്. അതുപോലെ തന്നെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മാലിദ്വീപാണ്. അതായത് ഏറ്റവും ചെറിയ അയൽ രാജ്യമാണ് മാലിദ്വീപ്. അതുപോലെ തന്നെ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ അയൽ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് ഭൂട്ടാനുമാണ്. അത് തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ചോദിച്ചാൽ ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തിയുള്ള രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനുമാണുള്ളത്. അപ്പം ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ അയൽ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയാണ്. എന്നാൽ ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തിയുള്ള രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനുമാണുള്ളത്. നേപ്പാൾ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളുടെ 3 വശങ്ങളും ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങൾ? നേപ്പാൾ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളുടെ 3 വശങ്ങളും ആരുമായി അതിർത്തി പങ്കിടുന്നു? നമ്മുടെ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു. ഇന്ത്യ, ചൈന, മ്യാൻമർ എന്നീ 3 രാജ്യങ്ങളുടെ അതിർത്തി സംഗമിക്കുന്ന പർവ്വതമാണ് ഹക്കാബോറാസി. ഒരു ബോറായിട്ടുള്ള ഒരു പർവ്വതം എന്നൊന്ന് ഓർത്ത് വെക്കുക. ഇന്ത്യ, ചൈന, മ്യാൻമർ എന്നീ 3 രാജ്യങ്ങളുടെ അതിർത്തി സംഗമിക്കുന്ന പർവ്വതമാണിത് ഹക്കാബോറാസി പർവ്വതം. അപ്പോൾ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ അയൽ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയാണ്. ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതാണ്? ഭൂട്ടാനാണ്. എന്താണ്? കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ അയൽ രാജ്യം ഭൂട്ടാനാണ്. എന്നാൽ ഏറ്റവും ചെറിയ അയൽ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ മാലിദ്വീപാണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തിയുള്ള രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. നേപ്പാൾ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളുടെ 3 വശങ്ങളും ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു. ഇന്ത്യ, ചൈന, മ്യാൻമാർ എന്നീ 3 രാജ്യങ്ങളുടെ അതിർത്തി സംഗമിക്കുന്ന പർവ്വതം ചോദിച്ചു കഴിഞ്ഞാൽ ഹക്കാബോറാസി ആണ്. ഇനി നമുക്ക് സമുദ്രാതിർത്തി കൂടി നോക്കാം. ഇന്ത്യയുടെ
എന്താണ് കടൽ തീര ദൈർഘ്യം എത്രയാണ്? 7516.6 കിലോമീറ്റർ ആണ്. അതായത് ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് എന്നിവ ഉൾപ്പെടെയാണ് 7516.6 കിലോമീറ്റർ. ഇന്ത്യയുടെ കരഭാഗത്തെ സമുദ്രാതിർത്തി ചോദിച്ചു കഴിഞ്ഞാൽ 6100 കിലോമീറ്റർ മാത്രമാണ് എന്താണ് ദൈർഘ്യം. അപ്പോൾ ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം 7516.6 കിലോമീറ്റർ ആണ്. ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് എന്നിവ ഉൾപ്പെടെയാണ്. എന്നാൽ അവ ഉൾപ്പെടാതെ ആയപ്പോഴോ 6100 കിലോമീറ്റർ ആണ്. സമുദ്രാതിർത്തി പരിധി ചോദിച്ചു കഴിഞ്ഞാൽ കടൽ തീരത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ, ഏകദേശം 21.9 കിലോമീറ്റർ വരെയുള്ള സമുദ്രഭാഗം ആരുടേതാണ്? നമ്മുടെ ഇന്ത്യയുടേതാണ്. അപ്പം കടൽ തീരത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ, ഏകദേശം 21.9 കിലോമീറ്റർ വരെയുള്ള സമുദ്രഭാഗം നമ്മുടെ ഇന്ത്യയുടേതാണ്. ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ എന്നിവ സംഗമിക്കുന്നത് കന്യാകുമാരിയിലാണ്. അപ്പം ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ എന്നിവ സംഗമിക്കുന്നത് എവിടെയാണ്? കന്യാകുമാരിയിലാണ്.